നമസ്കാരം. പതിരും കതിരും. ജാമ്പവതിയുടെ മകൻ സാമ്പൻ പെൺവേഷം കെട്ടി ഗർഭിണിയായി നടിച്ച പുരാണ കഥ ഓർമ്മയില്ലേ? സാമ്പനെ കൂട്ടുകാർ വിശ്വാമിത്ര മഹർഷിയുടെ മുൻപിലെത്തിച്ചു. മുനീശ്വര, ഇവൾക്ക് ജനിക്കുന്ന കുട്ടി ഏതായിരിക്കും? അകക്കണ്ണാൽ എല്ലാം കണ്ടിട്ട് മുനി പറഞ്ഞു, അധികം വൈകാതെ ഇവളൊരു ഇരുമ്പുലക്ക പ്രസവിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. സാമ്പനൊരു ഇരുമ്പുലക്ക പ്രസവിച്ചു. പെൺവേഷം കെട്ടി ഗർഭിണിയായി നടിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരുത്തനൊന്ന് ചെന്ന് നോക്കൂ. സ്കാൻ ചെയ്തിട്ട് അവർ പറയും ആൺകുട്ടിയാണ്, 2 ആഴ്ചയ്ക്കകം പ്രസവിക്കും. ഇതുവരെ വീണയുടെ ആരോഗ്യ കേരളം സ്ത്രീകളുടെ വയറ്റിൽ കത്രിക നിക്ഷേപിക്കുക, നഖത്തിന് പകരം നാക്ക് മുറിക്കുക, ചികിത്സാ പിഴവ് വരുത്തി കൈമുറിക്കുക തുടങ്ങിയ വിവിധ കലാപരിപാടികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ചികിത്സിക്കാൻ ചെന്ന യുവാവിന് ഗർഭാശയം കണ്ടെത്തിയിരിക്കുന്നു. കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാക്കുക എന്ന് കേട്ടിട്ടേയുള്ളൂ. നമ്മുടെ നാട് എന്തൊരു വളർച്ചയാണ് വളർന്നിരിക്കുന്നത്, എന്തൊരു മാറ്റമാണ് മാറിയത്. ആണുങ്ങളിൽ ഗർഭാശയം, അവർ സുഖപ്രസവത്തിലൂടെ നാളെ കുഞ്ഞിനെ മുലയൂട്ടും. ആർത്തവം ഇനി മുതൽ പുരുഷന്മാരിലും കണ്ടു തുടങ്ങും. എനിക്ക് ഗർഭാശയമില്ല എന്ന് പറഞ്ഞ യുവാവിനോട് ആശുപത്രി അധികൃതർ തട്ടിക്കയറി. നിനക്ക് ഗർഭാശയമുണ്ട്, ഉള്ളിൽ ഗർഭവുമുണ്ട്, 9ാം മാസം നീ ഇരട്ട പ്രസവിക്കും, കുഞ്ഞിനിടാൻ പേരും കുഞ്ഞുടുപ്പും കരുതിക്കോ. എല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് സാർ, ഔട്ട് കംപ്ലീറ്റ്ലി. ആരോഗ്യമന്ത്രിയുടെ ഇല്ലാത്ത കഴുത്തുവേദനയ്ക്ക് 13 മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ വിദഗ്ധരായ ഡോക്ടർമാരാണ് ആരോഗ്യരംഗത്തുള്ളത്. വെറുതെയാണോ പിണറായി വിജയൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊന്നും ചികിത്സയ്ക്ക് പോകാത്തത്? അദ്ദേഹത്തിൻ്റെ അന്തരാളങ്ങളിൽ വൈദ്യശാസ്ത്രത്തിന് അജ്ഞാതമായ പല അവയവങ്ങളും ഇവർ കണ്ടെത്തിക്കളയും. എനിക്ക് ഗർഭാശയമില്ല എന്ന് പറഞ്ഞ് തർക്കിച്ച യുവാവിനോട് സ്ഥലം വിടാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. പണം വാങ്ങി ഇങ്ങനെയൊക്കെ ഇല്ലാത്തത് കണ്ടെത്തി ആണിനെ പെണ്ണാക്കുന്ന, പേരെടുക്കാൻ ഡേറ്റ് കുറിക്കുന്ന സർക്കാർ ആശുപത്രിയിലേക്കാണ് ഏതൊക്കെയോ കോടീശ്വരന്മാർ ചികിത്സയ്ക്ക് വരാൻ കൊതിച്ചു നിന്നതും മുഖ്യമന്ത്രിയോട് അനുവാദം ചോദിച്ചതും. പക്ഷെ ഞങ്ങൾ വന്നാൽ പാവം പിടിച്ചവർ എന്തു ചെയ്യും? ഈ പണക്കാരെല്ലാം ഈ ആശുപത്രിയിലാണോ വരുന്നതെന്ന് പറഞ്ഞ് കളിയാക്കില്ലേ? കഴക്കൂട്ടം സ്വദേശി ഷിഹാസിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫ്രീ ആയ ഒരു ഗർഭാശയം കണ്ടെത്തി കൊടുത്തത്. വീണമന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയോ എന്തോ? കൂടുതൽ ചോദിച്ചാൽ പറയും ആ ഗർഭാശയം ഉള്ളിലുണ്ടെന്ന് കരുതി പുരുഷന്മാർ ഗർഭം ധരിക്കില്ല എന്ന്. കത്രിക എത്ര കാലം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറഞ്ഞ ചിരിച്ച ഒരു വനിതാ ഡോക്ടറെ നമ്മൾ കണ്ടതല്ലേ? ഈ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മായങ്ങളും മന്ത്രങ്ങളുമാണ് നടക്കുന്നത്. പൂക്കളെ അപ്സര സ്ത്രീകളാക്കും എന്ന് വടക്കൻ പാട്ടിൽ കേട്ടതുപോലെ ആണിന് ഗർഭാശയം നൽകും, പെണ്ണിൻ്റെ വയറ്റിൽ കത്രിക വയ്ക്കും, വെറുതെ കൈമുറിച്ച് കളയും. ആണുങ്ങളെയും പെറിയിക്കും പിണറായി സർക്കാർ. ആനവാൽ മോതിരം എന്നൊരു സിനിമ കണ്ടത് ഓർക്കുന്നില്ലേ? ബ്ലഡിൻ്റെ റിസൾട്ട് മാറിയതോടെ ശ്രീനിവാസൻ്റെ CI ജെയിംസ് പള്ളിത്തറ ക്യാൻസർ രോഗിയായി മാറി. യഥാർത്ഥ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്തു. ഈ സർക്കാർ ആശുപത്രിയിലെ തെറ്റായ ചികിത്സകളിലൂടെയും റിസൾട്ടുകളിലൂടെയും എത്ര മനുഷ്യർ ഇല്ലാതായിട്ടുണ്ടാകും. തെറ്റുപറ്റിയാൽ പോലും ആശുപത്രി അധികൃതർ നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കില്ല. പിന്നെ ഭീഷണിയും പരിഹാസവുമാണ്. പറ്റിയാൽ കേസിൽ പെടുത്തുകയും ചെയ്യും. എന്ത് സംഭവമുണ്ടായാലും തേടി തേടി ഞാൻ അലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഈ പാട്ട് പോലെ റിപ്പോർട്ട് തേടി തേടി അലയും വീണ ജോർജ്. കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് ഈ സർക്കാർ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നു. ഇനി കൂടുതൽ തർക്കിക്കാൻ ചെന്നാൽ അധികൃതരും അന്തങ്ങളും ചോദിക്കും, ഓഹോ, ഗർഭപാത്രം ഇല്ലാത്തതാണോ അവൻ്റെ വിഷമം? വീണമന്ത്രി പറയും, സർക്കാർ ആശുപത്രിയെ സഹായിക്കാൻ അവരിൽ നിന്നും കാശ് മേടിച്ചിട്ടാണ് ഷിഹാസ് കള്ളക്കഥ പറയുന്നത് എന്ന്. വീണ്ടും വരുമെന്നും ആരോഗ്യവകുപ്പ് തനിക്ക് തന്നെ കിട്ടുമെന്നും ഒട്ടും പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് മാത്രമാണ് വീണ പൊട്ടിത്തെറിക്കാത്തത്. പിന്നെ കഴുത്തുളുക്കുമോ എന്ന ഭയവും.